ഹലോ, നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും എൻ്റെ നബിദിനാശംസകൾ. ഇന്നൊരു പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പള്ളിക്കറി. നാടൻ പോത്തിനെ കിട്ടി. എന്നാൽ പള്ളിയിലൊക്കെ നബിദിനത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പള്ളിക്കറി. ഇതാണ് ഈ സാധനം. ഇവരെ നമുക്ക് പീസാക്കിക്കൊണ്ട് വരാം. അതിനു മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആക്ച്വലി ബെല്ലൂടെ അടിച്ചേക്കണേ. ഇവരെ നമുക്ക് പീസാക്കിക്കൊണ്ട് വരാം. ഉടനെ തന്നെ കറി വെക്കാൻ പോകും. ഇവനെ നമുക്ക് മീഡിയം പീസായിട്ട് അങ്ങ് അരിയാം. നാടൻ പോത്ത്, വലിയ കൊഴുപ്പൊന്നുമില്ല, ഒന്നുമില്ലാതെ നല്ല പോത്തായിട്ട് നല്ല പീസായി. അധികം വേവ് കാണത്തില്ല ഇറച്ചിക്ക്. നല്ല പോത്തായുണ്ട്. അത് പീസാക്കിയിട്ട് നമുക്ക് കാണാം. നമുക്ക് ഇത്തിരി എല്ലിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തേക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് എല്ലും കൂടെ മേടിച്ചായിരുന്നു. വാരിയെല്ലാണ് കിട്ടിയിരിക്കുന്നത്. ആ എല്ലും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയായിട്ട് ഒരു രസമാണ് ഈ കറി കൂട്ടുമ്പം തന്നെ. ഇവരെ വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. മൂന്നാല് പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ലാസ്റ്റ് കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. അത് വെള്ളം വാലാനായിട്ട് ഇതിനകത്ത് വെക്കാം. നമുക്ക് പച്ചക്കറി ഐറ്റംസുകളൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം. സവോള ആദ്യം അരിഞ്ഞു കൊടുക്കാം. 6 സവോളയാണുള്ളത്. അത് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. സവോള അരിഞ്ഞു കഴിഞ്ഞു. 5 തക്കാളി കൂടെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം. നമ്മൾ തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് തേങ്ങ എന്ന് ചെറുതായിട്ട് കുത്തായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. തേങ്ങയും അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് മല്ലിയില കൂടെ അരിക്കാം. മല്ലിയിലയും അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് കഴുകി വെച്ച ബീഫാണ്. അത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ മേലോട്ട് സവോള ഇട്ട് കൊടുക്കാം. തീ ആണെങ്കിൽ കുറച്ച് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. തീ കൂട്ടി വെക്കാൻ പാടില്ല. സവോള ഇട്ട് കൊടുക്കുക. ഈ തക്കാളിക്കായും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. പള്ളിക്കറി എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ചിടുകയാണ്. അതിന് തേങ്ങ കുത്തിയത് അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. കുറച്ച് കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തേക്കാം. ആവശ്യത്തിനുള്ള കരിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. കുറച്ച് മല്ലിയില കൂടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളക് ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചതാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇത് കുരുമുളകും ഗ്രാമ്പും കൂടാണ്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരം കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയാണ് 1 ടീസ്പൂണ് ഇട്ട് കൊടുത്തത്. മുളക് പൊടിയാണ് 2 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തത്. ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരം പൊടിച്ചതാ, അതിലേക്ക് കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തേക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മീറ്റ് മസാല ഉണ്ട്, അത് ഇച്ചിരി അങ്ങ് ഇട്ടേക്കാം. ആവശ്യത്തിനുള്ള മീറ്റ് മസാലയും കൂടെ ഇട്ടു. ഉപ്പ് പൊടി 1.5 ടീസ്പൂൺ ഇട്ടേക്കാം.
പിന്നെ കാശ്മീർ മുളക് പൊടിയുണ്ട്, അതും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള എണ്ണ കൂടെ ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, നല്ലപോലെ ഇളക്കി കൊടുക്കാം. ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത്. ആവശ്യത്തിനുള്ള വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇന്ന് വേകട്ടെ. വേകുന്ന സമയം കൊണ്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റൊരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് രണ്ടാമത്തെ സെറ്റ് മസാലക്കൂട്ടം ചേർക്കാം. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇച്ചിരി കാശ്മീർ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലൂടെ. കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിയിലയുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തേക്കാം. കരിവേപ്പില. അപ്പം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആയിട്ടാണ്. ശകലം കൂടെ വേകാനുണ്ട്, വെന്തിട്ടില്ല. ഇങ്ങനെ ഇളക്കി തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കൂടുതൽ കൊടുത്താൽ അടുക്കി പിടിക്കുക, അതിനാണ് തീ കുറച്ച് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒന്ന് വേകട്ടെ. പള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിച്ചു തുടങ്ങി. ഓ, എനിക്ക് വയ്യ. ഓ, എൻ്റെ അമ്പമ്പോ നല്ല മണം. ആ മസാലയും എല്ലാം നല്ല ഇറച്ചി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല നാടൻ പോത്ത. അപ്പോൾ നമുക്ക് 5-6 ഗസ്റ്റ് ഉണ്ട്. അവരെ കൊണ്ട് ഇന്ന് നമുക്ക് നോക്കിക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കിക്കാം. നമുക്ക് വിളമ്പാനായിട്ട് നമുക്ക് പോവാം. അപ്പം പള്ളിക്കറിയുടെ കൂടെ സൂപ്പർ ഒരു ഐറ്റം കൂടെ ഉണ്ട് നമുക്കിന്ന് തേങ്ങാച്ചോറ്. അതും കൂടെ നമുക്ക് ഗസ്റ്റിന് ഇട്ട് കൊടുക്കാം. പള്ളിക്കറി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അനിയന്മാരെ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒന്ന് കഴിച്ചു നോക്കിയോനെ. സൂപ്പർ, അടിപൊളിയായിട്ട് ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. തേങ്ങാച്ചോറ് എങ്ങനെ ഉണ്ട്? സൂപ്പർ. ഇത് പള്ളിക്കറിയാണ്. അതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം. എന്നാ ടേസ്റ്റാണ് ഇത്. എരിവും കറക്റ്റ് ആണ്, എല്ലാം മസാല എല്ലാം. എനിക്ക് പറയാൻ വാക്കുകളില്ല. സൂപ്പർ സാധനമാണ് പള്ളിക്കറി എന്ന് പറയുന്ന സാധനം. കാരണം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റൊരു ബെല്ലൂടെ അടിച്ചേക്കണേ. സഹോദരന്മാരാണ് നമ്മുടെ സഹോദരന്മാരെല്ലാവരും. അമ്പമ്പോ സൂപ്പർ സാധനം. അടിച്ചു പൊളിച്ചു.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റ, ബൈ ബൈ. എല്ലാം കഴിക്കേണ്ടി കഴിക്കുമോനെ.